ഹലോ, പുതുതായിട്ട് വന്നൊരു വേക്കൻസി നോക്കാം. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിൽ ഓഫീസ് അസിസ്റ്റൻറ്റ്, റിസപ്ഷനിസ്റ്റ് കം ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ഓഫീസ് അറ്റൻഡൻറ്റ് അല്ലെങ്കിൽ പിയൂൺ ഇവയ്ക്ക് വേണ്ടിയിട്ട് വേക്കൻസി വന്നിട്ടുണ്ട്. 8 വേക്കൻസീസാണ് നിലവിൽ വന്നിട്ടുള്ളത്. അതിൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഓഫീസ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ക്ലർക്കിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗ്രാജുവേഷനാണ്. പിന്നെ ബേസിക് വേർഡ് പ്രോസസ്സിംഗ് സ്കിൽസൊക്കെ ഉണ്ടായിരിക്കണം, കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള അറിവൊക്കെ ഉണ്ടായിരിക്കണം, പിന്നെ ഗുഡ് ടൈപ്പിംഗ് സ്പീഡ് വേണം. അതേപോലെ തന്നെ റിസപ്ഷനിസ്റ്റ് കം ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിനും ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷനാണ്. എക്സലൻറ്റ് വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അത്യാവശ്യമാണ്. പിന്നെ വേർഡ് ആൻഡ് ഡേറ്റ പ്രോസസ്സിംഗ് എബിലിറ്റീസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടെലിഫോൺ, ഫാക്സ് മെഷീൻ, സ്വിച്ച് ബോർഡ് ഇതൊക്കെയുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ പ്യൂൺ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് 10th പാസ്സാണ്. ഇനി റെമ്യൂണറേഷൻ പറയുന്നത് ക്ലാസ് എ ടൗൺസ് ഉണ്ട്. ക്ലാസ് എ ടൗൺസ് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിലാണെങ്കിൽ ഓഫീസ് അസിസ്റ്റൻറ്റിന് 24,000 രൂപയും, റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിന് 19,000 രൂപയും, ഓഫീസ് അറ്റൻഡൻറ്റിന് 14,000 രൂപയാണ് കിട്ടുക. ഇനി ക്ലാസ് ബി ടൗൺസായ തൃശ്ശൂർ, കൊല്ലം, കണ്ണൂർ എന്നിവിടങ്ങളിലാണെങ്കിൽ ഓഫീസ് അസിസ്റ്റൻറ്റിന് 19,000 രൂപ, റിസപ്ഷനിസ്റ്റിന് 16,000 രൂപ, ഓഫീസ് അറ്റൻഡൻറ്റിന് 12,000 രൂപ. ഇനി ക്ലാസ് സി ടൗൺസായ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ ഓഫീസ് അസിസ്റ്റൻറ്റിന് 15,000 രൂപ, റിസപ്ഷനിസ്റ്റ് 14,000 രൂപ, ഓഫീസ് അറ്റൻഡൻറ്റിന് 12,000 രൂപയാണുള്ളത്. ഇപ്പോൾ നിലവിൽ വേക്കൻസീസ് വന്നിട്ടുള്ളത് 8 എണ്ണമാണുള്ളത്. അത് കൊല്ലത്ത് ഓഫീസ് അസിസ്റ്റൻറ്റിന് 2 വേക്കൻസി, പത്തനംതിട്ടയിൽ ഓഫീസ് അറ്റൻഡൻറ്റിൽ പിയൂണിന് 1 വേക്കൻസി, തൃശ്ശൂരിൽ പിയൂണിന് 1 വേക്കൻസി, മഞ്ചേരിയിൽ പിയൂണിന് 1 വേക്കൻസി, കോഴിക്കോടും വയനാടും ഓഫീസ് അസിസ്റ്റൻറ്റിന് ഓരോ വേക്കൻസീസ് ഉണ്ട്. തൃശ്ശൂരും ഓഫീസ് അസിസ്റ്റൻറ്റിന് 1 വേക്കൻസി ഉണ്ട്. അങ്ങനെ മൊത്തം 8 വേക്കൻസിക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 1 വർഷത്തെ കോൺട്രാക്റ്റാണ്. അത് സ്പീഡ് പോസ്റ്റ് വഴി സെക്രട്ടറിയുടെ ഓഫീസിലേക്കാണ് നിങ്ങൾ ഇത് അയക്കേണ്ടത്. മാർച്ച് 19 മുൻപ് ഇത് അയക്കേണ്ടതാണ്. ഒരു ആപ്ലിക്കേഷൻ ഫോമുണ്ട്, അത് ഫോം ഫില്ല് ചെയ്തിട്ട് വേണം സ്പീഡ് പോസ്റ്റായിട്ട് അയക്കാനായിട്ട്.